രാജ്യമാകെ ചർച്ചയാവുകയും തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, സിംഹള, ചൈനീസ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്ത മോഹൻലാലിന്റെ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം തിയേറ്ററുകളിലെത്തും മുമ്പേ അജയ് ദേവ്ഗണിന്റെ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്തേക്കും. ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസിന്റേതായി പുറത്തുവിട്ടിട്ടുള്ള ലെറ്ററിൽ നിന്നാണ് ഈ വാർത്ത ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. മോഹൻലാലും ജിത്തു ജോസഫും ദൃശ്യം 3 നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ചിത്രീകരണം ആരംഭിക്കുന്നതിനെക്കുറിച്ചോ പ്രമേയത്തെപ്പറ്റിയോ കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നില്ല. പതിവ് പോലെ മലയാളം ദൃശ്യം റിലീസ് ചെയ്തതിനു ശേഷം റീമേക്ക് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഹിന്ദി പതിപ്പ് ആദ്യമെത്തുമെന്ന വാർത്ത വരുന്നത്. ദൃശ്യം 2 സംവിധാനം ചെയ്ത അഭിഷേക് പാഠക്കാണ് 3യും സംവിധാനം ചെയ്യുന്നത്. അഭിഷേക് ഇതിനോടകം അജയ് ദേവ്ഗണിനോട് തിരക്കഥ വിശദീകരിക്കുകയും നടന കഥ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒറിജിനൽ ദൃശ്യം ആദ്യം റിലീസ് ചെയ്താൽ ഹിന്ദി പ്രേക്ഷകരും ചിത്രം കാണുകയും സസ്പെൻസ് പുറത്താവുകയും ചെയ്യുമെന്ന ആശങ്ക കൊണ്ടാണ് അജയ് ദേവ്ഗണും സംഘവും ഇങ്ങനൊരു ഉദ്യമത്തിന് തുനിയുന്നതെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 2025 അവസാനം ചിത്രീകരണം ആരംഭിക്കുന്ന ഹിന്ദി പതിപ്പ് 2026 ഗാന്ധി ജയന്തിക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.